2025 ഡിസംബർ മാസം 9, 11 തീയതികൾ നടക്കുന്ന ത്രിതല പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ തൃക്കണ്ണാപുരം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി മത്സരിക്കുന്ന സഖാവ് അജിന് ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ പൗരാവകാശം വോട്ടുകളായി രേഖപ്പെടുത്തണമെന്ന് ഈ നാട്ടിലെ ബഹുജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ, ആ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുവാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ പ്രഖ്യാപിക്കുകയാണ് ഈ കൺവെൻഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം, കടമ. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേവലമായി തൃക്കണ്ണാപുരത്തെ കോർപ്പറേഷൻ വാർഡിലേക്ക് നടക്കുന്ന 3 വ്യക്തികൾ തമ്മിലുള്ള തെരഞ്ഞെടുപ്പായി കാണുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതനിരപേക്ഷ രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ ജനാധിപത്യവും മതനിരപേക്ഷതയും രാജ്യത്തിൻ്റെ ഭരണഘടനയും ഫെഡറലിസവും സംരക്ഷിക്കുവാൻ രാജ്യത്ത് നടത്തുന്ന ഏറ്റവും കരുത്തുറ്റ ജനാധിപത്യ പോരാട്ടമായിട്ടാണ് ഞങ്ങൾ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് തോന്നും തൃക്കണ്ണാപുരത്ത് വാർഡിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇങ്ങനെ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കുവാനുള്ള പോരാട്ടമായി മാറുന്നത്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ അധികാരത്തിലുള്ളതോ RSS നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയാൽ നയിക്കപ്പെടുന്ന 3ാമത് NDA ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയത് മോഹനസുന്ദരമായ നിരവധി വാഗ്ദാനങ്ങളാണ്. പരിമിതമായ സമയത്തിൽ ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും അങ്ങനെ വിശദീകരിക്കാനും അതൊക്കെ ആവർത്തിച്ച് പ്രസംഗിക്കാനും തയ്യാറാകുന്നില്ലെങ്കിലും 140 കോടി വരുന്ന ഇന്ത്യക്കാരന് രാജ്യത്ത് തുല്യമായ പദവിയും തുല്യമായ അവകാശവുമാണ്. ആ രാജ്യത്തെ ജനങ്ങളെ ഹിന്ദുവെന്നും ക്രിസ്ത്യാനിയെന്നും മുസൽമാനെന്നും പാഴ്സിയെന്നും സിഖുകാരനെന്നും ബുദ്ധനെന്നും ജൈനനെന്നും വെട്ടിമുറിക്കുമ്പോൾ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമാണ്. അമേരിക്കയിലെ ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത വിശ്വപൗരൻ സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയിലെ ഹൈന്ദവ മതത്തെ പ്രതിനിധീകരിച്ചാണ് അവിടെ പങ്കെടുത്തത് എങ്കിലും അവിടെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത് ഇങ്ങനെയാണ്: ലോകത്തിലെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്നെത്തിയ വ്യത്യസ്ത നിറവും വേഷവും ഭാഷയും ജീവിതക്രമവും ഭക്ഷണ വൈവിധ്യങ്ങളുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ എന്ന ഒറ്റ അഭിസംബോധന കൊണ്ട് ഭാരത സംസ്കാരത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് എടുത്തുയർത്തിയ വിശ്വപൗരൻ പിന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ നാട് ഭാരതം വ്യത്യസ്ത നിറവും മണവുമുള്ള പൂക്കൾ ഒരുമിച്ച് പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂങ്കാവനമാണ് എൻ്റെ ഭാരതമെന്നാണ്. തെച്ചിയും മുല്ലയും പിച്ചിയും മന്ദാരവും ജമന്തിയുമെന്നല്ല, ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും സിഖുകാരനും പാഴ്സിയും ബുദ്ധനും ജൈനനുമെല്ലാം ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്ന മതനിരപേക്ഷ രാജ്യമാണ് എൻ്റെ ഭാരതമെന്ന് ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞ സ്വാമി വിവേകാനന്ദന്റെ ഭാരതത്തെ ഇന്ന് ജാതീയതയുടെ, വർഗീയതയുടെ, വംശീയതയുടെ കലാപത്തിന്റെ ഭൂമിയാക്കി മാറ്റുമ്പോൾ മതന്യൂനപക്ഷങ്ങൾ ഭയാശങ്കയോടെ ജീവിക്കുന്ന നാടായി ഈ നാട് മാറുകയാണ്. ഗോമാംസത്തിന്റെ, ഗോവധത്തിന്റെ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെട്ടിരുന്നു എങ്കിൽ ഇന്ന് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ ഭയാശങ്കയോടെ ജീവിക്കുകയാണ്. തൊട്ടപ്പുറത്തെ മലയങ്കീഴ് പഞ്ചായത്തിലെ CSI സഭയിലെ ഒരു പുരോഹിതൻ മധ്യപ്രദേശിൽ വെച്ച് മതപരിവർത്തനം നടത്തിയെന്ന് കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് കേന്ദ്ര BJP ഗവൺമെന്റ് ജയിലിൽ അടച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമാണ്, 11 ദിവസം മുമ്പാണ് മലയങ്കീഴ് പഞ്ചായത്തിലുള്ള ഒരു മതപുരോഹിതനെ ജയിലിലടച്ചത്. വനാന്തരങ്ങളിൽ മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്ന ആദിവാസി ജനതയ്ക്ക് ഭക്ഷണം കൊടുത്ത്, മരുന്ന് കൊടുത്ത്, വസ്ത്രം കൊടുത്ത് അവരെ മനുഷ്യരായി ജീവിക്കാൻ പ്രാപ്തമാക്കി എന്ന ഒറ്റ കുറ്റം കൊണ്ടാണ്
ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് 2 മലയാളികളായ കന്യാസ്ത്രീകളെ ആൾക്കൂട്ട വിചാരണ നടത്തി ക്രൂരമായി ആക്രമിച്ച് പോലീസും ഭരണകൂടവും ചേർന്ന് ജയിലിലടച്ചത്. അവരെ കാണാൻ അവിടേക്ക് എത്തിയ കേരളത്തിൽ നിന്നുള്ള ഇന്ത്യയിലുള്ള ജനപ്രതികളെ കാണാൻ അവസരം നിഷേധിച്ചത് ഈ ഗവൺമെന്റാണ്. ഇന്ത്യയുടെ ഭരണഘടന പറയുന്നത് എന്താ? ഏതൊരു ഇന്ത്യക്കാരനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഇഷ്ടമുള്ള ദൈവത്തെ പ്രാർത്ഥിക്കാനും ഇഷ്ടമില്ലെങ്കിൽ അത് വേണ്ടെന്ന് വെച്ച് ജീവിക്കാനും സ്വാതന്ത്ര്യവും അവകാശവുമുള്ളൊരു രാജ്യത്തിന്റെ മതേതര സങ്കല്പങ്ങൾ അപായപ്പെടുത്തുന്ന, അപകടപ്പെടുത്തുന്ന അത്യന്തം ആപൽക്കരമായ ഒരു ദേശീയ രാഷ്ട്രീയം. തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക്, താല്പര്യങ്ങൾക്ക് ഒരു രാജ്യത്ത് മുൻതൂക്കം ലഭിക്കാത്ത സംസ്ഥാനമുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തിന് ഭരണഘടന ഉറപ്പു നൽകുന്ന നികുതി വിഹിതം നൽകുന്നില്ല. രാജഭരണകാലത്ത് കരം പിരിച്ചും ജനാധിപത്യം വന്നപ്പോൾ സെയിൽ ടാക്സിലൂടെയും സെയിൽ ടാക്സിനെ പരിഷ്കരിച്ച വാറ്റിലൂടെയും തുടർന്ന് ഒരു രാജ്യം, ഒരു ഭരണഘടന, ഒരു നികുതി ഘടന എന്ന നിലയിൽ നികുതി ഏകീകരിച്ചതോടെ GSTയിലൂടെയും സംസ്ഥാനത്ത് നൽകേണ്ടുന്ന നികുതി വിഹിതം 950 ജനുവരി 26 രാജ്യം സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി മാറിയതോടെ പിരിച്ചെടുക്കുന്ന നികുതിയുടെ 41% സംസ്ഥാനത്തിന് അവകാശപ്പെട്ടതാണ്. അത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കേരളത്തിലും MK സ്റ്റാലിൻ മുഖ്യമന്ത്രിയായ തമിഴ്നാട്ടിലും യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായ UP ആയാലും 41% ആണ് ഒരു സംസ്ഥാനത്തിന് അർഹതപ്പെട്ടത് എങ്കിൽ ഇവിടെ കേരളത്തിന് വെറും 26% മാത്രമാണ് നൽകുക. 100 രൂപ GST പിരിച്ചെടുത്താൽ 25% സംസ്ഥാനത്തിന് അവകാശപ്പെട്ടതാണ് എങ്കിൽ അതിൽ നിന്ന് കേരളത്തിന് നൽകുന്നത് 1 രൂപ 92 പൈസയാണ്. 57,300 കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം കേന്ദ്രം കേരളത്തിന് നൽകാതെ വെട്ടിക്കുറച്ചത്, നീക്കിവെച്ചത്. ഈ നികുതി വിഹിതം കേരളത്തിന് നിഷേധിക്കപ്പെടുമ്പോഴും ഈ കേരളം ലോകത്തിന്, രാജ്യത്തിന് മാതൃകയായിട്ടുള്ള ബദൽ സാമ്പത്തിക ഭരണനയം ഉയർത്തി ഇന്ത്യക്ക് മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ് ഈ വരുന്ന ഡിസംബർ മാസം 9 തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേവലമായി തൃക്കണ്ണാപുരത്തോ പുന്നക്കാമുകളിലോ അതിനപ്പുറത്ത് മുടവൻ മുകളിലെയോ വാർഡ് കൗൺസിലറെ തെരഞ്ഞെടുക്കുന്ന കേവലമായ തെരഞ്ഞെടുപ്പല്ല. ഇത് രാജ്യത്ത് നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ടിനെതിരായിട്ടുള്ള ഒരു ബദൽ രാഷ്ട്രീയ മുന്നണിയുടെ തെരഞ്ഞെടുപ്പായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഈ കേരളം ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും കൈവരിക്കാൻ കഴിയാത്ത ബദൽ സാമ്പത്തിക ജീവിത വളർച്ച കൈവരിച്ച സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഗവൺമെന്റിന് അഥവാ 3ാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിലേക്കുള്ള 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സെമി ഫൈനലാണ്, ടെസ്റ്റ് റിഹേഴ്സലാണ് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എന്ന് ഞങ്ങൾ കാണുകയാണ്. ഈ കേരളം രാജ്യത്തിന് മാതൃകയല്ലേ? 2016 മുതൽ 2026 വരെയുള്ള 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണം അരനൂറ്റാണ്ടായി മലയാളിക്ക് കയ്യെത്തി തൊടാൻ കഴിയാത്ത നേട്ടങ്ങളുടെ വികസനത്തിന്റെ നെറുകയിലേക്ക് കേരളത്തെ കൈപിടിച്ചാലയിച്ച ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റിന് തുടർ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഈ വാർഡിൽ ഇവിടെ സഖാവ് അജിൻ വിജയിക്കണം. ആര് ജയിച്ചാലും ഒരുപോലെയാണ്. രാമം വാണാലും രാവണം വാണാലും കണക്കാണ്. ഇതിനെ പൊതുവൽക്കരിക്കാൻ ഒരു ചർച്ച ഇവിടെ നടക്കുന്നുണ്ട്. 2011 മുതൽ 2016 വരെയുള്ള 5 വർഷക്കാലത്തെ 60 മാസക്കാലത്തെ ഉമ്മൻചാണ്ടിയുടെ UDFന്റെ ഭരണം അഴിമതിയും സ്ത്രീപീഡനവും പെൺവാണിഭവും കെടുകാര്യസ്ഥതയും കൊണ്ട് തകർന്നടിഞ്ഞ കേരളത്തെ കേരളമാക്കിയ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 1057 സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതാണ് ഉമ്മൻചാണ്ടിയുടെ അബ്ദുൾ റബ്ബിന്റെ UDFന്റെ ഭരണമെങ്കിൽ 2016 സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ കാലം മുതൽ ഇങ്ങോട്ട് ഈ കേരളം വികസനങ്ങളുടെ നേട്ടങ്ങളുടെ നെറുകയിലേക്ക് ചവിട്ടി കയറിയത് പ്രതിസന്ധികളിൽ പതരാതെ, പ്രയാസങ്ങളിൽ ഉഴലാളെ,
എല്ലാ ആപത്ത് ഘട്ടങ്ങളിലും കേരളത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു ഗവൺമെന്റ് ആയിരുന്നു. 2016 പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിലേറി 7-ാം മാസം വിഴിഞ്ഞം കടപ്പുറത്താഞ്ഞു വീശിയ ഓഖി എന്ന ചുഴലിക്കാറ്റിൽ പൂന്തുറയിലെ, കണ്ണാംതുറയിലെ, അടിമലത്തുറയിലെ, കരിങ്കുളത്തെ, കേരളത്തിന്റെ തീരദേശങ്ങളിലെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കൂടപ്പിറപ്പുകൾ നിരവധി ആളുകളാണ് ആ ചുഴലിക്കാറ്റിൽ കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾ മരിച്ചു വീണത്. അവരുടെ കുടുംബത്തെ രക്ഷിക്കാൻ, അവരുടെ കുടുംബത്തിനൊരാണ് ജോലി കൊടുക്കാൻ, അവരുടെ കുടുംബത്തെ പുനരധിവസിപ്പിക്കുവാനുള്ള പദ്ധതികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോയ 5-ാം മാസമാണ് 2018. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം തുള്ളിക്കൊരുകുടം പേമാരിയായി ഈ കേരളത്തിന്റെ തലയിലേക്ക് പെയ്തിറങ്ങി. തീരദേശമെന്നോ സമതലമെന്നോ മലയോര പ്രദേശമെന്നോ വ്യത്യാസമില്ലാതെ കേരളം ഒന്നാകെ വെള്ളത്തിൽ മുങ്ങിത്താഴുമ്പോ സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക്, കരയിൽ നിന്ന് പറമ്പിലേക്ക്, പറമ്പിൽ നിന്ന് മുറ്റത്തേക്ക്, മുറ്റത്തു നിന്ന് വരാന്തയിലേക്ക്, വരാന്തയിൽ നിന്ന് വീടിന്റെ 1-ാം നിലയിലേക്ക് വെള്ളം ഇരച്ചു കയറുമ്പോ പക്ഷാഘാതം പിടിച്ച് കട്ടിലിൽ കിടക്കുന്ന കെട്ടിയോനെ എടുത്ത് ജനലിന് മുകളിൽ കെട്ടിവെച്ച് വീട്ടിൽ വെള്ളം കയറി ഇനി അച്ഛനെ രക്ഷിക്കണമെന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന മകനെ മൊബൈൽ ഫോണിൽ വീഡിയോ കോൾ വിളിച്ച് നിലവിളിക്കുന്ന അമ്മയെ കണ്ടത് കേരളം അപ്പോഴാണ്. മക്കൾ എവിടെയാണ്, അമ്മ എവിടെയാണ്, കൂടപ്പിറപ്പുകൾ എവിടെയാണെന്നറിയാൻ കഴിയാതെ മനുഷ്യർ പരസ്പരം ഒറ്റപ്പെട്ടു കഴിയുമ്പോ 9 മാസം ഗർഭിണിയായൊരു സ്ത്രീ വീടിനു 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടിടത്ത് പ്രസവ വേദന കൊണ്ട് നിലവിളിക്കുമ്പോ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് വീടിന്റെ ടെറസിന് മുകളിൽ വിട്ടമ്മയെ കയറ്റി നിർത്തി എയർലിഫ്റ്റിംഗ് നടത്തി ആ അമ്മയ്ക്ക് സുഖപ്രസവം നടത്താൻ സൗകര്യമൊരുക്കി കൊടുത്ത കേരളം. എന്താണ് ഈ നാട്ടിൽ നടക്കണമെന്ന് അറിയാതെ ഒരു ജനത പകച്ചു നിൽക്കുമ്പോ 5:30 മണിക്ക് ടെലിവിഷനിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ, പത്രസമ്മേളനം കേൾക്കാൻ ഈ കേരളം കാതോടുത്തിരുന്നൊരു കാലം അല്ലേ? കാലം തെറ്റിയ കാലവർഷത്തിൽ കേരളത്തിന്റെ സ്വന്തം പട്ടാളം, സൈന്യമെന്ന് നാം വിശേഷിപ്പിക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ബോട്ടുമായി വന്ന് മനുഷ്യനെ രക്ഷിക്കാൻ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക്, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക്, വേദപുസ്തകത്തിൽ പ്രളയകാലത്ത് ജീവജാലങ്ങളെ രക്ഷിക്കാൻ പേടകവുമായി വന്ന നോഹയെ പോലെ 3.5 കോടി മലയാളിക്ക് രക്ഷയുടെ പേടകവുമായി എത്തിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ കേരളത്തിൽ നടത്തിയ ഇടപെടലുകൾ, ആ പ്രളയകാലം കഴിഞ്ഞു തീരും മുമ്പ് 2019 ആകുമ്പോ ചൈനയിലെ വുഹാനിൽ പൊട്ടിപ്പുറപ്പെട്ട് ഭൂഖണ്ഡങ്ങളുടെ, രാജ്യങ്ങളുടെ അതിർത്തികൾക്കപ്പുറത്ത് ലോകത്തെവിടെല്ലാം മനുഷ്യരുണ്ടോ അവിടേക്കെല്ലാം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടർന്നു പിടിച്ച COVID-19 എന്ന മഹാമാരി കെട്ടിയോൾ വീട്ടിലെത്തി കട്ടിലിൽ കിടന്നാൽ കെട്ടിയോൾ പാവിരിച്ച് തറയിൽ കിടക്കുന്നിടത്തേക്ക് മനുഷ്യൻ പരസ്പരം അകന്നു കഴിഞ്ഞിരുന്നൊരു കാലം. പള്ളി അടച്ചിട്ട്, പള്ളിക്കൂടം അടച്ചിട്ട്, തൊഴിൽശാലകളും പാടശേഖരങ്ങളും എല്ലാം അടച്ചിട്ട് ഇതുവരെ കർഫ്യൂ മാത്രം കേട്ട മനുഷ്യന്റെ മുന്നിൽ ലോക്ക്ഡൌണും കണ്ടെയ്ൻമെന്റ് സോണും ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുമെല്ലാം പ്രഖ്യാപിച്ച് മനുഷ്യൻ വീടടച്ച് വീടിനകത്തിരുന്നപ്പോ ഈ നാട്ടിൽ ഒരാളും പട്ടിണി കിടക്കാതിരിക്കാൻ ലോകത്തിന് മാതൃകയായി കമ്മ്യൂണിറ്റി കിച്ചൺ തിരുവനന്തപുരം കോർപ്പറേഷനെ കൊണ്ട് തുടങ്ങിച്ച മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. APL BPL വ്യത്യാസമന്യേ മുഴുവൻ ആളുകൾക്കും സൗജന്യ റേഷൻ കൊടുത്ത ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമായി കേരളം മാറിയില്ലേ? ഈ നാട്ടിൽ സർക്കാർ ജീവനക്കാരനും കൂലിവേലക്കാരനൊന്നും വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകൾക്കും സൗജന്യ ഭക്ഷ്യക്കിറ്റ് കൊടുത്ത ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമായി കേരളം മാറിയില്ലേ? 1 ഡോസ് മരുന്നിന് 400 രൂപയെന്നും 2 ഡോസ് മരുന്നിന് 800 രൂപയെന്നും ബൂസ്റ്റർ ഡോസ് വേറെയും കൊടുക്കണം, പണമുള്ളവന് മരുന്നും പണമില്ലാത്തവനും മരണവും പ്രഖ്യാപിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തെ വെല്ലുവിളിച്ച് മലയാളിയെന്നോ ബംഗാളിയെന്നോ ബീഹാറിയെന്നോ ആസാമിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും സൗജന്യ വാക്സിൻ കൊടുത്ത ഒരേ ഒരു സംസ്ഥാനമായി ഈ കേരളം മാറിയില്ലേ? ആ പ്രളയഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതറാതെ 3.5 കോടി മലയാളിയെ ഒപ്പം ചേർത്ത് പിടിച്ചൊരു ഗവൺമെന്റ് ഈ കേരളത്തിൽ രാജ്യത്തിനും ലോകത്തിനും മാതൃകയായ പ്രവർത്തനം നടത്തിയപ്പോ 2021 കേരളത്തിന്റെ ചരിത്രം തിരുത്തി എഴുതിയ ഇടതുപക്ഷത്തിന്റെ തുടർ ഭരണം സഖാവ് പിണറായി വിജയൻ വീണ്ടും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അവിടെ ഈ കേരളം ഒരു പുതിയ വികസന കുതിപ്പല്ലേ? 1/2 നൂറ്റാണ്ടായി കേരളത്തിന് കയ്യെത്തി തൊടാൻ കഴിയാത്ത നേട്ടങ്ങളുടെ നെറുകയിലേക്ക് 9 വർഷക്കാലം കൊണ്ട് ഈ കേരളം കുതിച്ചു മുന്നേറിയില്ലേ?
ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ബജറ്റിൽ നിന്ന് പണം നീക്കിവെച്ച് 6000 കോടി രൂപ ചെലവഴിച്ച് ദേശീയപാത 66 കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തെ 6 വരി പാത 2026 ജനുവരി മാസത്തിൽ കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്യുമ്പോൾ സംസ്ഥാനത്തിന്റെ പണം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാതയായി ഈ ദേശീയപാത മാറുകയില്ലേ. ഇതിന് സമാന്തരമായി പൂവാറിൽ നിന്ന് അങ്ങ് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലേക്ക് തീരദേശപാത, പാറശാല മണ്ഡലത്തിലെ വെള്ളറടയിൽ നിന്ന് എറണാകുളത്തെ മൂവാറ്റുപുഴയിലേക്ക് മലയോര ഹൈവേ, ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചിയിൽ യാഥാർത്ഥ്യമാക്കിയ ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറി. ഏഷ്യയിലെ ഏറ്റവും ദൈർഘ്യമുള്ള ജലഗതാഗത പാതയായി 678 കിലോമീറ്റർ ഇവിടെ വിഴിഞ്ഞത്തു നിന്ന് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ടയിലേക്ക് ജലഗതാഗത പാത ഈ ഗവൺമെന്റ് നടപ്പിലാക്കുന്നു. ദില്ലിക്കും മുംബൈക്കും കൽക്കത്തയ്ക്കും മെട്രോയുണ്ട്, എവിടെ മലയാളിക്ക് മെട്രോ എന്ന ചോദ്യത്തിന് കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തന്നെ. ഏഷ്യയിൽ ഏറ്റവും ദൈർഘ്യമുള്ള റൺവേയായ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം യാഥാർത്ഥ്യമാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്തല്ലേ. കൊച്ചിക്കും കണ്ണൂരിനും മാത്രം മതിയോ വികസനമെന്ന ചോദ്യത്തിന് ഈ കേരളത്തിന്റെ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് മിനി മെട്രോ ആരംഭിക്കാൻ DPR പൂർത്തിയാക്കി. ഈ ഗവൺമെന്റിന്റെ ഭരണകാലത്ത് അത് കമ്മീഷൻ ചെയ്യുവാനും അതിനാവശ്യം വേണ്ടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും അതിവേഗത്തിൽ പുരോഗമിക്കുന്ന സംസ്ഥാനമായി ഈ കേരളം മാറുകയല്ലേ. കേരളത്തിന്റെ അല്ല, ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രാദേശിക സർക്കാർ സ്വന്തം ഇന്റർനെറ്റ് പദ്ധതി കെ-ഫോൺ. മുഴുവൻ BPL കുടുംബത്തിനും സൗജന്യ കണക്ഷൻ, എല്ലാ പട്ടികജാതി പട്ടികവർഗ കുടുംബത്തിനും സൗജന്യ കണക്ഷൻ. ഇവർക്ക് മാത്രം മതിയോ? ഇല്ല, എല്ലാ ജനവിഭാഗങ്ങൾക്കും നിലവിലുള്ള ഇന്റർനെറ്റ് നിരക്കിന്റെ 40% കുറഞ്ഞ നിരക്കിൽ സൗജന്യമായ ഇന്റർനെറ്റ് സംവിധാനം ഉണ്ടാക്കുന്ന സംസ്ഥാനത്തിന്റെ സ്വന്തം ഇന്റർനെറ്റ് പദ്ധതി. ഉദ്ഘാടനം കഴിഞ്ഞ് 1.5 വർഷമുണ്ടെങ്കിലും ബാലാരിഷ്ടതകൾ പരിഹരിച്ച് അതിന്റെ OTP പ്ലാറ്റ്ഫോമിന്റെ അപാകതകൾ പരിഹരിച്ച് ലോകത്തിനു മാതൃകയായി ഇത് നടപ്പിലാക്കിയപ്പോ കലൈഞ്ചർ കരുണാനിധിയുടെ മകൻ MK സ്റ്റാലിൻ കേരളത്തിലേക്ക് പഠന സംഘത്തെ അയച്ചിരിക്കുന്നു കെ-ഫോൺ മാതൃക തമിഴ്നാട്ടിലും നടപ്പിലാക്കാൻ. ഈ കേരളം ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തിന്റെ അടയാളമായി ഉയർന്നു പോകുകയല്ലേ. ഗെയിൽ പൈപ്പ് ലൈൻ 1 കിലോമീറ്ററും 430 മീറ്ററും കുഴിച്ച് ഇനി ഇത് കേരളത്തിൽ നടക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഉപേക്ഷിച്ചു പോയ ഗെയിൽ പൈപ്പ് ലൈൻ പൈപ്പിലൂടെ വീട്ടിൽ പാചകവാതകം എത്തിക്കുന്നു. വാഷ് ബേസിന് മുന്നിൽ നോവ് തുറന്ന് വെള്ളമെടുക്കുന്ന ലാഘവത്തോടെ വീട്ടമ്മയ്ക്കിനി പൈപ്പിൽ നിന്ന് പാചകവാതകം എടുക്കാം. പാചകവാതക സിലിണ്ടറിന് വിലയേക്കാൾ 36% വില കുറച്ച് വീട്ടമ്മമാരുടെ കുടുംബ ബജറ്റിന് ലഘൂകരിക്കും വിധത്തിൽ പൈപ്പിലൂടെ പാചകവാതകം എത്തിക്കുന്ന ഗെയിൽ പൈപ്പ് ലൈൻ എന്ന കേരളത്തിന്റെ വികസന പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റ് അല്ലേ. ഈ കേരളം ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തോടെ മുന്നേറുകയാണ്. ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ലോഹങ്ങളിൽ പ്രധാനപ്പെട്ട സോളാർ ലിഥിയം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ ആരംഭിച്ചത് ഈ ഗവൺമെന്റിന്റെ കാലത്തല്ലേ. കാലാവസ്ഥയുടെ മാറ്റവും കാലം തെറ്റിപ്പെയ്യുന്ന കാലവർഷവും കേരളം ഇതുവരെ കേൾക്കാത്ത ബാക്ടീരിയയും ഫംഗസും വൈറസും പനികളും. എന്തെല്ലാം പനിയാ? എലിപ്പനി, ഡെങ്കിപ്പനി, പക്ഷിപ്പനി, പന്നിപ്പനി, ചെള്ളുപനി, ഏറ്റവും ഒടുവിൽ കുരങ്ങ് പനി പിടിച്ചു മനുഷ്യൻ മരിക്കുന്ന നാടായി ഈ നാട് മാറിയില്ലേ. നിപ്പ 3ാം റൗണ്ട് വീണ്ടും ഈ കേരളത്തെ തേടിയെത്തി. COVID-19 18 എപ്പോ വരുമെന്നറിയാത്തിടത്തേക്ക് രോഗിയുടെ സിറമെടുത്ത് വിമാനത്തിൽ കയറ്റി വാഷിംഗ്ടണിൽ പരിശോധന നടത്തി അതിന്റെ റിപ്പോർട്ട് നാട്ടിലെത്തുമ്പോൾ രോഗിക്ക് 16 അടിയന്തരം കഴിയുന്ന ഇവിടെ അത്യാധുനിക സംവിധാനമുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചു ഈ തിരുവനന്തപുരം ജില്ലയിലെ മേനംകുളത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ഇങ്ങനെ നേട്ടങ്ങളുടെ നെറുകയിലേക്ക് ഈ ഗവൺമെന്റ് നടന്നു കയറിയില്ലേ. അപേക്ഷ കൊടുത്താൽ 5 മിനിറ്റിനകത്ത് വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ അനുമതി ലഭിക്കുന്ന നാടായി കേരളം മാറി എന്ന് പറഞ്ഞത് MV ഗോവിന്ദൻ മാസ്റ്ററും ബിനോയ് വിശ്വമല്ല. പറഞ്ഞത് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം ശശി തരൂര്, തിരുവനന്തപുരത്തിന്റെ MP. 3.5 ലക്ഷം ചെറുപ്പക്കാർക്ക് ഇതുവഴി ജോലി ലഭിക്കാൻ കഴിയും വിധത്തിലുള്ള സംരംഭങ്ങൾ ആരംഭിച്ചു. 3.5 ലക്ഷം എന്റർപ്രണർമാർ.
3.5 ലക്ഷം എന്റർപ്രണർമാർ ഒരു സംരംഭത്തിൽ 3 ആൾ മുതൽ ഏതാണ്ട് 300 ആളുകൾക്ക് വരെ ജോലി ലഭിച്ചു. ഏതാണ്ട് 8,75,000 ആളുകൾക്ക് ഈ പുതിയ സംരംഭങ്ങൾ വഴി കേരളത്തിൽ തൊഴിൽ ലഭിച്ചു. സർക്കാർ നിയമനം പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന PSC മുഖാന്തരം 2,87,632 ആളുകൾക്ക് നിയമനം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരം, സഹകരണ റിക്രൂട്ട്മെന്റ് ബോർഡ് മുഖാന്തരം, ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് മുഖാന്തരം, കമ്പനി ബോർഡ് മുഖാന്തരം, അങ്ങനെ ഏതാണ്ട് 8,12,000 ആളുകൾക്ക് ഈ കേരളത്തിന്റെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ തൊഴിൽ നൽകി. ഓരോ ജില്ലയിലും ഗവൺമെന്റ് നേരിട്ട് ജില്ലാ ഭരണാധികാരികളും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരും മുൻകൈയെടുത്ത് നടത്തിയ ജില്ലാ എംപ്ലോയ്മെന്റ് മേളകൾ വഴി 10,000 മുതൽ 17,000 വരെ ആളുകൾക്ക് ഓരോ ജില്ലയിലും തൊഴിൽ ലഭിച്ചു. ഈ കേരളത്തിൽ 90,000 കോടി രൂപയുടെ പശ്ചാത്തല വികസന നിക്ഷേപം 9 വർഷക്കാലം കൊണ്ട് ഈ കേരളത്തിന് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. പ്രതിവർഷം 2 ലക്ഷം കോടി രൂപയുടെ അധിക നിക്ഷേപം കേരളത്തിന്റെ തൊഴിൽ മേഖലയിൽ ആർജിക്കാൻ കഴിഞ്ഞു ഈ കേരളത്തിന്. അങ്ങനെ ഈ കേരളം നേട്ടങ്ങളുടെ വികസനങ്ങളുടെ നെറുകയിലേക്ക് കുതിച്ചു മുന്നേറിയ 9 വർഷക്കാലത്തെ ഭരണ നേട്ടവുമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഉമ്മൻചാണ്ടിയും അബ്ദുൾ റബ്ബും ചേർന്ന് അടച്ചുപൂട്ടാൻ തീരുമാനിച്ച പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. നിങ്ങളും ഞാനും പഠിച്ച പഴയ പള്ളിക്കൂടത്തിലെ തറയും പറയും പനയും തലയും വലയും മലയും എഴുതിയ പാഠപുസ്തകം മാറി കറുത്ത ബോർഡിൽ വെളുത്ത ചോക്ക് കൊണ്ട് തറയും മലയും വലയും എഴുതിയ കാലം മാറി നമ്മുടെ മക്കൾ പഠിക്കുന്ന മികവിന്റെ കേന്ദ്രങ്ങളായ ക്ലാസ് മുറികൾ ഡിജിറ്റൽ ക്ലാസ് മുറികളായി മാറിയില്ലേ? എന്റെ മകൻ ഭഗത്തിനെയും കൈപിടിച്ച് ഞാൻ ഗവൺമെന്റ് LP സ്കൂൾ അരുവിക്കരയിലെത്തിയപ്പോ എന്നെ പഠിപ്പിച്ച രോഹിണി ടീച്ചർ മാറി അവിടെ ഇപ്പൊ സത്മ ടീച്ചറാണ്. ഞങ്ങൾ ചെല്ലുമ്പോ ടീച്ചർ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുകയാണ്. കയ്യിൽ ഇത്ര നീളം ഒരു വടിയുണ്ട്. ഞാൻ ചോദിച്ചു, ടീച്ചറെ ഇത് കുട്ടിയെ തല്ലാനാണോ? അല്ലെന്നാ. ഇതെന്തെന്ന് ചോദിച്ചപ്പോൾ സാറ് നോക്കാനാ പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോ ഈ വടി കൊണ്ട് ടീച്ചർ ഇങ്ങനെ ബോർഡിലേക്ക് തൊടുകയാണ്. ബോർഡിൽ തൊട്ടപ്പോഴോ ഏരിയസ് പ്ലസിലെ സ്ക്രീന് പോലെ ഒരു ഡിജിറ്റൽ ക്ലാസ് മുറി സർക്കാർ സ്കൂളിൽ. 1ാമത്തെ ബെഞ്ചിൽ 2ാമതിരുന്ന അഭിരാം കൃഷ്ണനോട് ടീച്ചർ ചോദിക്കുന്നു, ഗാലക്സി ഈ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമേതെന്നു. ഒറ്റശ്വാസത്തിൽ അഭിരാം ഉത്തരം പറയുന്നു, ടീച്ചർ ഇത് വ്യാഴമല്ലേ. ടീച്ചർ ചോദിക്കുകയാണ്, അഭിരാം ട്യൂഷൻ ഉണ്ടോ? ഇല്ല. അമ്മ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെങ്ങനെയാ? ടീച്ചറെ ഇത് കണ്ടാൽ അറിയില്ലേ? ആരാ അവിടെ പഠിക്കുക? ചുമട്ടുതൊഴിലാളിയുടെ, അലക്കുതൊഴിലാളിയുടെ, നിർമ്മാണ തൊഴിലാളിയുടെ, ഓട്ടോറിക്ഷക്കാരന്റെ, കല്ലുപണിക്കാരന്റെ, കൈവേലക്കാരന്റെ, മണ്ണുവേലക്കാരന്റെ, മത്സ്യത്തൊഴിലാളിയുടെ, മാംസക്കച്ചവടക്കാരന്റെ, ഉന്തുവണ്ടിക്കാരന്റെ, പെട്ടിക്കടക്കാരന്റെ, ബീഡി തൊഴിലാളിയുടെ, കൈത്തറി തൊഴിലാളിയുടെ, മണ്ണിന്റെ മണമുള്ള വിയർപ്പിന്റെ ഗന്ധമുള്ള ഈ നാട്ടിലെ സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലെ 45,000 ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ്സുകളായി മാറുകയാണ്. ഞാനും നിങ്ങളും പഠിച്ചത് സൂചി ഗോതമ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത ഉപ്പുമാവ് ഉച്ചഭക്ഷണം കഴിച്ചിട്ടാണ്. നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ സൗജന്യമായ യൂണിഫോം, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സൗജന്യമായ പാഠപുസ്തകം. രാവിലെ കുട്ടി സ്കൂളിലെത്തുമ്പോൾ പ്രഭാത ഭക്ഷണം. ഇന്ന് ഉപ്പുമാവ്, നാളെ ദോശ, അടുത്ത് ഇഡ്ഡലി, അതിനടുത്ത ദിവസം അപ്പ. ഉച്ചക്ക് ഊണ്, ആഴ്ചയിൽ ഒരു മുട്ട, 2 ഗ്ലാസ് പാല്. ആർക്കാ? ഈ നാട്ടിലെ സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന മികവിന്റെ കേന്ദ്രമായ പൊതുവിദ്യാലയങ്ങൾ. ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിയും VS ശിവകുമാർ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയും എന്തായിരുന്നു സർക്കാർ ആശുപത്രിയുടെ സ്ഥിതി? അവിടെ ചെന്ന് 5 രൂപ കൊടുത്ത തങ്കമ്മ 73 വയസ്സെന്ന് പറഞ്ഞ് തുണ്ടെഴുതി കൊടുക്കണമെങ്കിൽ 10 രൂപ OP ടിക്കറ്റിന് കൊടുക്കണം. കല്യാണം നിശ്ചയിച്ച പെണ്ണിന്റെ അച്ഛന് പാചകക്കാരൻ കുറിച്ചു കൊടുക്കുന്നത് പോലെ ഒരു കുറിമാനം കൊടുത്ത് ഇതും കൊണ്ട് അപ്പുറത്തെ പ്രൈവറ്റ് മെഡിക്കൽ സ്റ്റോറിൽ പോകുന്ന സ്ഥിതിയായിരുന്നു എങ്കിൽ ഇന്ന് എല്ലാ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയില്ലേ? ആരോഗ്യ മേഖല മികവിന്റെ കേന്ദ്രങ്ങളായി മാറിയില്ലേ? ആർത്തരം ആരോഗ്യ സംരക്ഷണ പദ്ധതിയിലൂടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരു ഡോക്ടർക്ക് പകരം 4 ഡോക്ടറുടെ സേവനം. സൗജന്യ ലബോറട്ടറി, രക്തവും കഫവും മലവും മൂത്രവും പരിശോധിക്കാൻ ലബോറട്ടറി. നെഞ്ചുവേദന വന്നാൽ ഗ്യാസ് ട്രബിൾ ആണോ ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് നോക്കാൻ ഈ ആശുപത്രിയിൽ സൗജന്യ ECG. എന്തെല്ലാം മാറ്റങ്ങളാ! ഇങ്ങനെ നേട്ടങ്ങളുടെ നെറുകയിലേക്ക് ഈ പ്രതിസന്ധിക്കിടയിലും കേരളം കുതിച്ചു മുന്നേറിയത് ഈ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് തന്നെയാണ്. ആ നേട്ടങ്ങളാകെ മലയാളിക്ക്
കൈവശപ്പെടുത്തുവാൻ, കൈയെത്തി തൊടുവാൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിന്റെ ദീർഘവീക്ഷണപൂർവ്വമുള്ള ഇടപെടലുകളിലൂടെയാണ്. ആ നേട്ടം മലയാളിക്ക് സമ്മാനിച്ച ഈ നേട്ടങ്ങൾക്കിടയിലാണ് UDF ഭരണകാലത്ത് നിഷേധിച്ചിരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ. 1980 സഖാവ് നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ സർക്കാർ ജീവനക്കാരന് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനും ഫാക്ടറി തൊഴിലാളിക്ക് EPF-ഉം കർഷക തൊഴിലാളിക്ക് പട്ടിണിയും ഉണ്ടായിരുന്ന കേരളത്തിൽ ജീവിതത്തിന്റെ വയോഘട്ടങ്ങളിൽ ഈ നാട്ടിലെ സാധാരണക്കാരന് നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ടി ഞാറു നട്ടവൻ, നമുക്ക് വേണ്ടി കളപറിച്ചവർ, നമുക്ക് വേണ്ടി കട്ടമതിച്ചവൻ, നമ്മുടെ തെങ്ങിന് തടമെടുത്തവർ, നമ്മുടെ റബ്ബറിന് പ്ലാറ്റ്ഫോം വെട്ടിയവർ, 45-60 വയസ്സ് മൺവെട്ടിയെടുത്ത് വെട്ടി ഏതാണ്ട് 7 എഴുതിയതുപോലെ കൂനിപ്പോയ മനുഷ്യന് ജീവിതത്തിന്റെ വയോഘട്ടങ്ങളിൽ ആസ്മയുടെ ഒരു ഗുളിക വാങ്ങി കഴിക്കാൻ, ഒരു ചായ കുടിക്കാൻ, 501-ന്റെ ഒരു കട്ട സോപ്പ് മുറിച്ചു വാങ്ങി ആ തുണിയൊന്ന് അലക്കിയെടുക്കാൻ പെൻഷൻ കൊടുത്ത നായനാർ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് നൽകിയ പെൻഷൻ 60 മാസത്തെ ഉമ്മൻചാണ്ടി ഭരണം തീരുമ്പോ 600 രൂപയായിരുന്ന പെൻഷൻ 18 മാസം കുടിശ്ശിക. 2016 ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിലെത്തിയ ഒന്നാമത്തെ മന്ത്രിസഭാ യോഗത്തിലെ ഒന്നാമത്തെ തീരുമാനം എല്ലാ സാമൂഹ്യക്ഷേമ പെൻഷനും 1000 രൂപയാക്കി. രണ്ടാമത്തെ തീരുമാനം എല്ലാ പെൻഷനും കുടിശ്ശിക തീർത്ത് കൊടുക്കാൻ തീരുമാനിച്ചു. മൂന്നാമത്തെ തീരുമാനം എല്ലാ പെൻഷനും ആവശ്യക്കാർക്ക് വീട്ടിലെത്തിക്കാൻ തീരുമാനിച്ചു. അല്ലെ? ആ പെൻഷൻ 1000-ൽ നിന്ന് 1600 ആക്കി. രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം 29-ന്റെ ക്യാബിനറ്റ് കഴിയുമ്പോൾ 1600-ൽ നിന്ന് ആ പെൻഷൻ ഇതാ 2000 രൂപയായി. കേരളത്തിലെ 63 ലക്ഷം വരുന്ന സാധാരണക്കാർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം 3600 രൂപ കിട്ടും. നാട്ടിലെ BJP-ക്കാർ തൃക്കണ്ണാപുരത്തും പുന്നക്കാമുകളിലും തിരുമലയിലുമെല്ലാം എന്ന് പറയാണ്, മോഡി കൊടുത്തോ പിണറായി എടുത്തു കൊടുത്തു. റേഷൻ കടയിൽ അരി തൂക്കാൻ നിൽക്കുന്നവനെ പോലെ. വളരെ വിനയത്തോടെ ഞങ്ങൾ BJP സുഹൃത്തിനോട് ചോദിക്കുന്നു, നിങ്ങളുടെ വീട്ടിലോ നാട്ടിലോ 80 വയസ്സ് കഴിഞ്ഞ ഒരു അപ്പൂപ്പനോ അമ്മൂമ്മയോ ഉണ്ടെങ്കിൽ അവർക്ക് എത്ര രൂപ പെൻഷൻ കിട്ടിയെന്ന് ചോദിക്കണം. കഴിഞ്ഞ മാസം 1100. ആ പെൻഷനിൽ 1200, ആ പെൻഷനിൽ എത്രയാ? 400 രൂപയാണ് കേന്ദ്ര വിഹിതം. അത് ഈ പെൻഷനിൽ കൊടുക്കേണ്ടതില്ലെന്ന് മോഡി തീരുമാനിച്ചു. 23 മാസമായി ഈ പെൻഷന്റെ കേന്ദ്ര വിഹിതം കുടിശ്ശികയാണ്. കണ്ണു കാണാത്തവൻ, കാത് കേൾക്കാത്തവൻ, മുടന്തൻ, ചെകിടൻ, അങ്ങനെ ജീവിതത്തിൽ വിധി തോൽപ്പിക്കുമ്പോ വിധിയെ തോൽപ്പിക്കാൻ പെടാപ്പാടുപെടുന്ന അംഗപരിമിതന്റെ പെൻഷനിൽ കേന്ദ്ര വിഹിതം 200, 23 മാസം കുടിശ്ശിക. വിധവകളുടെ പെൻഷനിൽ കേന്ദ്ര വിഹിതം 200, 23 മാസം കുടിശ്ശിക. ഈ വിഹിതം മുഴുവൻ കുടിശ്ശികയിട്ട പരമദുഷ്ടന്മാർ നമ്മുടെ വീട്ടിൽ നിന്ന് പറയാണ്, ഇതെല്ലാം മോഡി കൊടുക്കുകയാണ്, പിണറായി എടുത്തു കൊടുക്കുന്ന പടിയാണെന്ന്. ഇങ്ങനെ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങളെ തൊട്ടറിഞ്ഞ് 3600 രൂപ കഴിഞ്ഞ മാസത്തെ 1600-ന്റെ കുടിശ്ശികയും ഈ മാസം പ്രഖ്യാപിച്ച 2000-വും ചേർത്ത് നമ്മുടെ നാട്ടിലെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കുമെല്ലാം മുടങ്ങാതെ പെൻഷൻ കൊടുക്കുകയാണ്. അംഗനവാടി ആശാവർക്കർമാർ, പാലിയേറ്റീവ് നഴ്സുമാർ, NHM ജീവനക്കാർ, സ്കൂൾ കൗൺസിലർമാർ, സ്കീം മേഖലയിൽപ്പെട്ടവർക്കെല്ലാം ഓണറേറിയം 1000 വർദ്ധിപ്പിച്ചു. ആശാവർക്കർമാരുടെ സമരത്തിൽ കുടയും കൊണ്ട് എടുത്തു ചാടിയ സുരേഷ് ഗോപിയുടെ BJP ഉണ്ടല്ലോ, സ്കൂളിൽ 500 കുട്ടികൾക്ക് പാചകം ചെയ്യാൻ ഒരു അമ്മൂമ്മയാണ്. 4 പേർക്ക് കഞ്ഞി വെച്ച കെട്ടിയോളെ വീട്ടിൽ ചെല്ലുമ്പോൾ പിടിച്ചെണീപ്പിക്കണം. ഇതാണ് നമ്മുടെ എല്ലാം വീട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ. 500 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു അമ്മൂമ്മയാണ്. അവർക്ക് ഒരു മാസം കേന്ദ്രം കൊടുക്കുന്ന ശമ്പളത്തിനെന്നറിയോ? ഒരു മാസം 600 രൂപ. ഈ LDF ഗവൺമെന്റ് ഈ മാസം വർദ്ധിപ്പിച്ചെത്രയെന്നറിയോ? 1100. അങ്ങനെ അവർക്ക് ഒരു ദിവസം കേരളത്തിൽ ലഭിക്കുന്നത് 650 രൂപ. കേന്ദ്രം കൊടുക്കുന്നതോ ഒരു മാസം 600 രൂപ. ഇതാ വ്യത്യാസം. ഈ കേരളം ലോകത്തിലാദ്യമായി വീട്ടമ്മമാർക്ക് പെൻഷൻ 31,36,000 ആളുകൾക്ക് പ്രതിമാസം 1000 രൂപ വെച്ച് വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ച കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് ഇടതുപക്ഷം. +2 പാസ്സായ, BA പാസ്സായ, BTech പാസ്സായ, MBA പാസ്സായ എൻ്റെ വീട്ടിലെ, നിങ്ങളുടെ വീട്ടിലെ മക്കൾക്ക് പെട്രോൾ അടിക്കാൻ, മൊബൈൽ റീചാർജ് ചെയ്യാൻ 5 ലക്ഷം ചെറുപ്പക്കാർക്ക് ഈ ഗവൺമെന്റ് പുതിയ സാമ്പത്തിക സഹായം നൽകുകയാണ്. ഇങ്ങനെ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും
അവരുടെ ജീവിത പ്രശ്നങ്ങളെയും നോക്കിക്കാണാൻ, അഡ്രസ് ചെയ്യാൻ, അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ തയ്യാറായ ഒരു ഗവൺമെന്റിന്റെ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് സഖാവാജ്യൻ വോട്ടിനെ ചോദിക്കുന്നത്. ഇവിടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 21 വയസ്സുകാരി സഖാവ് ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷന്റെ മേയറായി. വീരശൂര പരാക്രമികൾ, ജഗതല പ്രതാപികൾ, BJPയുടെ ജില്ലാ നേതാവായ VV രാജേഷും, അപ്പുറത്തെ RSSന്റെ ജില്ലാ ശാരീരിക പ്രമുഖ ഗിരിയും, പിന്നെ BJPയുടെ സംസ്ഥാന സെക്രട്ടറിയായ MR ഗോപനും എല്ലാം കൂടി തിരുവനന്തപുരം കോർപ്പറേഷനിലെത്തി കണ്ണുമുഴപ്പിക്കുമ്പോ മേയറുടെ ചേംബറിലേക്ക് എണീറ്റോടുന്ന കൊച്ചുകുട്ടിയായിരിക്കും ആര്യ രാജേന്ദ്രൻ എന്ന് കരുതി കോർപ്പറേഷനിൽ അങ്ങോട്ട് ചെറിയ തിണ്ണമെടുക്കും ഊച്ചാളിത്തരവുമെല്ലാം കാണിക്കാൻ എണീറ്റപ്പോ കോർപ്പറേഷൻ മേയറുടെ ഭരണഘടനാ പദവി അനുസരിച്ചുള്ള അധികാര അവകാശങ്ങൾ ഉപയോഗിച്ച് ഈ ഊച്ചാളിത്തരവുമായി വന്ന ആളുകളെ പിടിച്ചുകെട്ടി കോർപ്പറേഷന്റെ കസേരയുടെ കാൽക്കൽ കെട്ടിയിട്ടിട്ട് ധീരമായി ഭരണം നടത്തിയപ്പോ ആ മേയർക്കെതിരെ വ്യക്തിഹത്യ നടത്താൻ, ആരോപണം നടത്താൻ, അപവാദ വ്യവസായം നടത്താൻ സോഷ്യൽ മീഡിയയിലൂടെ ഇവർ ഇറങ്ങിത്തിരിച്ചു. പക്ഷേ അവിടെയൊന്നും ഈ മേയറും ഇടതുപക്ഷവും പിന്തിരിഞ്ഞില്ല. 5 വർഷക്കാലം കൊണ്ട് 28 അന്തർദേശീയ, ദേശീയ, സംസ്ഥാന അവാർഡുകൾ നേടിയ കോർപ്പറേഷനായി ഈ കോർപ്പറേഷൻ മാറിയില്ലേ? കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം നഗരത്തിലൂടെ കാൽനടയായി, ബസ്സിലൂടെ, ഓട്ടോറിക്ഷയിലൂടെ, മോട്ടോർ ബൈക്കിൽ യാത്ര ചെയ്തവരായിരിക്കുമല്ലോ ഏത് രാഷ്ട്രീയമുള്ളവരും ഞങ്ങളുടെ വർത്തമാനം ശ്രദ്ധിക്കുന്നവർ. മൂക്കുപൊത്താതെ ഈ നഗരത്തിലൂടെ പോകാൻ കഴിയുമായിരുന്നു? മാലിന്യ കൂമ്പാരമായിരുന്നില്ല ഈ നഗരം. മനുഷ്യ വിസർജ്യം മുതൽ ഈ നാട്ടിലെ എല്ലാ മാലിന്യങ്ങളും കുന്നുകൂടിയ ഇടമായിരുന്നില്ല തിരുവനന്തപുരം. ഇന്ന് മാലിന്യം ശേഖരിക്കാൻ അതിരാവിലെ നമ്മുടെ സഹോദരങ്ങളെത്തി ഏതാണ്ട് 5:30 മണിയാകുമ്പോൾ അത് ശേഖരിച്ച് അവസാനിച്ച് ജൈവ മാലിന്യങ്ങളെയും അജൈവ മാലിന്യങ്ങളെയും വേർതിരിച്ച് എത്തിക്കേണ്ടിടത്ത് എത്തിച്ച് മനോഹരമായ നഗരമായി ഇന്ന് തിരുവനന്തപുരം സിറ്റിയെ മാറ്റിയതിൽ രാജ്യത്തെ ഏറ്റവും മികച്ച 100 മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുത്തൽ അതിൽ നിന്ന് 1ാം സ്ഥാനത്തേക്ക് മോഡി ഗവൺമെന്റ് ഒരു കോർപ്പറേഷൻ തീരുമാനിക്കുമ്പോൾ കണ്ണടച്ചു പറയേണ്ടി വന്നു. അതിൽ 1ാം സ്ഥാനത്ത് ആര്യ രാജേന്ദ്രൻ മേയറായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷന് കേന്ദ്ര ഗവൺമെന്റ് അവാർഡ് കൊടുത്തത് ഈ BJPക്കാർ കണ്ടില്ലേ? ലോകത്തെ ഏറ്റവും മികച്ച കോർപ്പറേഷനുകളെ തെരഞ്ഞെടുക്കാൻ ബ്രിട്ടീഷ് പാർലമെന്റ് ഏർപ്പെടുത്തിയ അവാർഡിൽ 1ാം സ്ഥാനം നേടിയത് ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായിട്ടുള്ള സഖാവ് ആര്യ രാജേന്ദ്രനും ഈ കോർപ്പറേഷനുമല്ലേ? കേരളത്തിലെ ഏറ്റവും മികച്ച മേയർ കോർപ്പറേഷനുള്ള സ്വരാജ് ട്രോഫി 3 വർഷം തുടർച്ചയായി നേടിയത് തിരുവനന്തപുരമല്ലേ? ജനസംഖ്യയിൽ 33% വരുന്നവർ 60 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്, മുതിർന്ന പൗരന്മാർ, സീനിയർ സിറ്റിസൺസ്. ഇപ്പൊ കിട്ടിയ അവാർഡ് അതല്ലേ? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ അവാർഡ് 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സൗഹൃദ നഗരമായി തിരുവനന്തപുരം മാറ്റാൻ, വയോജന പാർക്കുണ്ടാക്കാൻ, വയോജന ക്ലബ് ഉണ്ടാക്കാൻ, വയോജന സൗഹൃദമായിട്ടുള്ള നിരവധി പ്രോജക്റ്റുകൾ നടത്തിയ ലോകത്തിലെ ഏറ്റവും മികച്ച കോർപ്പറേഷനായി ഈ തിരുവനന്തപുരം മാറിയില്ലേ? രാജ്യത്തെ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള സ്മാർട്ട് റോഡുള്ള, ഏറ്റവും കൂടുതൽ പട്ടണങ്ങളും വാർഡുകളും സ്മാർട്ട് വാർഡുകളാക്കി മാറ്റിയ കോർപ്പറേഷനുള്ള അവാർഡും നേടിയത് ഈ തിരുവനന്തപുരം നഗരമല്ലേ? 5 വർഷം കൊണ്ട് 28 ദേശീയ, സംസ്ഥാന, അന്തർദേശീയ അവാർഡ് നേടിയ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണ തുടർച്ചക്ക്, വികസന തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ വോട്ട് ചോദിക്കുക. നമ്മുടെ മുഖ്യ എതിരാളികളാര്? BJP. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നിവർന്നു നിന്ന് വോട്ട് ചോദിക്കാൻ കഴിയുന്നൊരവസ്ഥയാണോ? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരിക്കലും മരണത്തെ പ്രചരണായുധമാക്കുന്നത് ഇടതുപക്ഷത്തിന്റെ രീതിയേയല്ല. ഞങ്ങൾ അതിനോട് യോജിക്കുന്നുമില്ല. പക്ഷേ തൃക്കണ്ണാപുരത്തായതുകൊണ്ട് ചിലത് പറയാതെ പോകാൻ കഴിയുമോ? കഴിഞ്ഞ തവണ ഈ കോർപ്പറേഷൻ വാർഡിലെ കൗൺസിലർ ആരായിരുന്നു? തിരുമല അനിൽ. 32 വർഷക്കാലം RSS പ്രവർത്തകനായി, BJP പ്രവർത്തകനായി തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും മികച്ച ജനാംഗീകാരമുള്ള അപൂർവം BJP നേതാക്കളിൽ ഒരാളായിരുന്നു തിരുമല അനിൽ. സാമാന്യം മെച്ചപ്പെട്ട കുടുംബ ബന്ധവും സാമാന്യം മെച്ചപ്പെട്ട വ്യക്തിബന്ധവും നിലനിർത്തിയ ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നില്ലേ തിരുമല അനിൽ? തൃക്കണ്ണാപുരത്ത് വിജയിച്ച അനിൽ ഇവിടെ നിന്ന് തിരുമലയിലേക്ക് മാറി മത്സരിക്കുമ്പോൾ അതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് നമ്മൾ കണ്ടില്ലേ?
എന്തിനാ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു? BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ ചെറുപ്പക്കാരൻ താൻ പ്രസിഡന്റായിട്ടുള്ള ടൂറിസം സൊസൈറ്റിയിൽ നിന്ന് BJP ജില്ലാ സംസ്ഥാന കമ്മിറ്റികൾ പറഞ്ഞതനുസരിച്ച് അറിയപ്പെടുന്ന RSS നേതാക്കന്മാർക്കും BJP നേതാക്കന്മാർക്കും പ്രധാന പ്രവർത്തകർക്കും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വായ്പ കൊടുത്തു. വ്യക്തമായ ഈടില്ലാതെ, രാഷ്ട്രീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ സഹായിക്കുമെന്നും തിരിച്ചടയ്ക്കുമെന്ന ഉറപ്പിന്മേൽ അവർ ആ പണം തിരിച്ചടക്കാതെ വന്നപ്പോ ബാങ്കിൽ പണം നിക്ഷേപിച്ച നിക്ഷേപകർ നിക്ഷേപ തുക തിരിച്ചു ചോദിക്കുമ്പോൾ അത് കൊടുക്കേണ്ട ബാധ്യത ബാങ്ക് പ്രസിഡന്റായിരുന്ന അനിലിനുണ്ട് എന്നതുകൊണ്ട് അനിൽ ഇവരോട് പണം ആവശ്യപ്പെട്ടു. വായ്പ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതല്ലോ എന്നായിരുന്നു ചിലരുടെ മറുപടി. ചിലർ ഈ അനിലിനെ ഭീഷണിപ്പെടുത്തി. BJP പ്രവർത്തകരാണ് തനിക്ക് പണം തരാനുള്ളത് എന്നതുകൊണ്ട് BJP സംസ്ഥാന കാര്യാലയത്തിലെത്തി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോട് സംസാരിച്ചു. മറുപടി എന്താ? പണം വാങ്ങിക്കൊടുക്കുന്ന ഏജന്റ് പണിയല്ല എനിക്കുള്ളത്, പണം കൊടുത്താൽ വാങ്ങിക്കൊള്ളണം, ഇറക്കി വിടണമോ നീ ഇറങ്ങിപ്പോകുന്നു. BJP-ക്കാർക്ക് തീരെ ഇല്ലാത്തതും അനിലിന് നല്ലതുപോലെ ഉള്ളതുമായ ആത്മാഭിമാനം ആ ചെറുപ്പക്കാരന് പിന്നെ തല തുറന്ന് മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ വന്നപ്പോ ആത്മഹത്യ കുറിപ്പെഴുതി വെച്ച് ആ ചെറുപ്പക്കാരൻ, ആ ജനപ്രതിനിധി, ജനകീയനായ കൗൺസിലർ ആത്മഹത്യ ചെയ്തില്ലേ? എഴുതി വെച്ച എന്താ? എന്റെ മരണാനന്തര ശേഷക്രിയക്ക് പോലും ഇവരിൽ നിന്നൊരു പണം സ്വീകരിക്കാതെ എന്റെ സംസ്കാര ചടങ്ങ് നടത്തണമെന്ന് അനിൽ ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചില്ലേ? എവിടെ എത്തി നിൽക്കുന്നു ഇവിടത്തെ RSS-ഉം BJP-യും? ഇതോടെ അവസാനിച്ചു എന്ന് കരുതിയപ്പോഴല്ലേ ഈ തൃക്കണ്ണാപുരത്ത് 16-ാമത്തെ വയസ്സിൽ RSS പ്രവർത്തകനായി, മുഖ്യശിക്ഷകനായി, മണ്ഡൽ കാര്യവാഹായി, RSS നിയോഗമനുസരിച്ച് RSS പ്രചാരകരായി മറ്റു ജില്ലകളിൽ RSS-ന് വേണ്ടി പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരൻ ആനന്ദ് കെ തമ്പിയല്ലേ? അയാളോട് വാർഡ് കമ്മിറ്റിയും മണ്ഡലം ജില്ലാ നേതൃത്വവും പറഞ്ഞു, എല്ലാ വീടുകളിലും പോകണം, എല്ലാ വോട്ടും ചേർക്കണം, നല്ല തയ്യാറെടുപ്പ് നടത്തണം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഏറ്റവും കൂടുതൽ വോട്ടർമാർ അപേക്ഷ കൊടുത്ത വാർഡ് തൃക്കണ്ണാപുരമാണ്. ഏതാണ്ട് 1800-ഓളം വരുന്ന അപേക്ഷ ഈ ചെറുപ്പക്കാരന്റെ മുൻകൈയിൽ കൊടുത്തു. പരിശോധിക്കണം. നിഷേധിച്ചിവിടെ പൊതുയോഗമുണ്ടെങ്കിൽ BJP പ്രസംഗിക്കട്ടെ. ഉത്തരവാദിത്വത്തോടെ ഞങ്ങൾ പറയുന്നത്, ആ അപേക്ഷ കൊടുത്ത ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീയാണ് സ്ഥാനാർത്ഥി, നീ എല്ലാ ബന്ധുക്കളെയും കാണണം, നാട്ടുകാരെ കാണണം, നിന്നിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരു ചെറുപ്പക്കാരൻ, അങ്ങനെ പ്രതീക്ഷ വെച്ച ചെറുപ്പക്കാരന് സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ച് വാർഡ് ഏതാണ്ട് ചർച്ച നടക്കുമ്പോ ജില്ലാ സംസ്ഥാന നേതാക്കന്മാരും ഇവിടെയുള്ള ചില ആളുകളും ചേർന്ന് പറഞ്ഞു, ഇവനേക്കാൾ സമ്പത്തുള്ളത് ഇവിടത്തെ ടിപ്പറും JCB-യും മണ്ണും മണലുമെല്ലാം കടത്തി ലക്ഷങ്ങൾ നമുക്ക് സഹായം ചെയ്യാൻ കഴിയുന്ന മാഫിയ തലവന്മാരായ മറ്റു ചില ആളുകളുടെ പിടിയിലേക്ക് അമർന്നപ്പോ ഈ ചെറുപ്പക്കാരന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു. ആ ചെറുപ്പക്കാരൻ ഇവരോട് കേണപേക്ഷിച്ചു, എനിക്ക് മത്സരിക്കണം, എന്നെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കണം. മറ്റൊരാൾ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ അപ്പോഴത്തെ ഒരു അവിവേകം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് കുറിപ്പിട്ടു. ഇനി പറയുന്നത് മനസ്സിലാക്കിയ വിവരമാണ്, പറഞ്ഞവരുടെ പേര് പറയാൻ ഇപ്പൊ കഴിയാത്തത് കൊണ്ടാണ്. രാത്രി നഗരത്തിലെ അറിയപ്പെടുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ചില RSS നേതാക്കന്മാർ ഈ ചെറുപ്പക്കാരനെ കാണുകയും ഭീഷണിപ്പെടുത്തുകയും ഇദ്ദേഹത്തെ ഒറ്റക്കൊരിടത്തിരുത്തി സംസാരിച്ചു എന്നോ മറ്റെന്തെങ്കിലും ശാരീരിക ഉപദ്രവം ഉണ്ടായി എന്ന് കാണാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത്തരത്തിലേക്ക് വരെയുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തി. ഇടതുപക്ഷത്തിലേക്ക് വരണമോ വേണ്ടയോ എന്ന് ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരാളുമായി അയാൾ ചർച്ച നടത്തുന്നത്. ഇതിനിടയിൽ കൂടുതൽ വർഗീയ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന സംഘടന എന്ന നിലയിൽ ശിവസേനയിൽ ആ ചെറുപ്പക്കാരൻ അംഗത്വമെടുത്തു. ശിവസേനയുടെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് നിലപാട് സ്വീകരിച്ച ചെറുപ്പക്കാരന് പ്രാണഭയത്താൽ പുറത്തിറങ്ങാൻ കഴിയാതെ വന്നപ്പോ ഒടുവിൽ അയാൾ എഴുതി വെച്ചു, ഈ കാലമത്രയും RSS-കാരനായി, ഈ കാലമത്രയും BJP-കാരനായി പ്രവർത്തിച്ചു എന്നതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത തെറ്റ് എന്ന് ആ ചെറുപ്പക്കാരൻ തിരിച്ചറിഞ്ഞപ്പോ എന്റെ മൃതശരീരം കാണാൻ, എന്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ, എന്റെ മരണാനന്തര ശേഷക്രിയയിൽ പങ്കെടുക്കാൻ ഈ രാക്ഷസന്മാരെ, ഈ മനുഷ്യമൃഗങ്ങളെ, RSS-കാരെ, BJP-യെ അനുവദിക്കരുത് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞ 3 ദിവസം മുമ്പ് ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. എവിടേക്കാണ് ഈ BJP പോവുക? തിരുവനന്തപുരം കോർപ്പറേഷൻ 30-32 സീറ്റ് ലഭിച്ചപ്പോ
ഈ മാഫിയ പണങ്ങളുടെയും പണക്കാരുടെയും മണൽ മാഫിയ സംഘത്തിന്റെയും ടിപ്പർ ലോറിയുടെയും ലോബിയുടെയും പിടിയിലായി ഈ സംഘടന മാറിയപ്പോ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവരുടെ നിര. മഹിളാ മോർച്ചയുടെ ജില്ലാ സെക്രട്ടറി നെടുമങ്ങാട്ട് ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. മറ്റൊരു പെൺകുട്ടി ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിച്ചതിന് ബാലഗോകുലം മുതൽ RSS പ്രവർത്തകനായിരുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. ആത്മാഹുതിയുടെ ശവപ്പറമ്പായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രാജ്യത്ത് മാറുന്നത് അപമാന ഭാരത്താൽ രാഷ്ട്രീയ പ്രവർത്തകരാകെ നോക്കിക്കാണുന്ന ഒരു ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ്. ഞാൻ മറ്റു പ്രശ്നങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി മത്സരിക്കുന്നത് സഖാവ് അജിനാണ്. അജിന് ഒരു പരിചയപ്പെടുത്തലിന്റെ ഒരു മുഖവരിയുടെ ആവശ്യമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകനാണ്. കേരളത്തിന്റെ പ്രക്ഷോഭങ്ങളുടെയും പോരാട്ടങ്ങളുടെയും സമരേതിഹാസങ്ങൾ ഉറങ്ങുന്ന, കേരളത്തിന്റെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഉജ്ജ്വലമായ വിദ്യാർത്ഥി യുവജന പോരാട്ടങ്ങളുടെ സമരഭൂമിയായ തലസ്ഥാന നഗരിയിൽ വ്യാജ സർട്ടിഫിക്കറ്റുമായി VC ആകാനെത്തിയ വിളനിലത്തിൽ തുടങ്ങി ഈ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലാകെ ചോരയും ചോറ്റുപാത്രവും ചിതറി വീണ ഉജ്ജ്വലമായ വിദ്യാർത്ഥി യുവജന പോരാട്ടങ്ങളുടെ പ്രക്ഷോഭങ്ങളുടെ സമരമുഖങ്ങളിൽ ഒരു ഉഷ്ണക്കൊടുങ്കാറ്റായി ജ്വലിച്ചു നിന്ന ഉജ്ജ്വലനായ പോരാളിയായിരുന്നു സഖാവ് അജിൻ. ആ വിദ്യാർത്ഥി സംഘടനയുടെ സമരമുഖത്ത് വെച്ച് പരിചയപ്പെട്ട അന്നത്തെ അജിൻ കേരളത്തിലെ സമരമുഖങ്ങളിലെ ഏറ്റവും ഉജ്ജ്വലനായ പോരാളി. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് ഇറങ്ങി പിന്നീട് യുവജന സംഘടനാ പ്രവർത്തനത്തിലും പൊതുരാഷ്ട്രീയ പ്രവർത്തനത്തിലും ഇറങ്ങി വന്ന സഖാവ് അജിൻ, ഈ നാടറിയുന്ന, നാട്ടുകാരറിയുന്ന, ഇനിയൊരു പരിചയപ്പെടുത്തലിന്റെ മുഖവരയുടെ ആവശ്യമില്ലാത്ത, നാട്യങ്ങളില്ലാത്ത ഈ നാട്ടുകാരൻ, വിനയം നിറമാല ചാർത്തിയ ലാളിത്യത്തിന്റെ പ്രതീകമായ ചെറുപ്പക്കാരൻ. എന്താണ് ഒരു കൗൺസിലറുടെ സാന്നിധ്യമെന്ന് ഈ നാട് തിരിച്ചറിഞ്ഞത് അജിന്റെ 5 വർഷക്കാലത്തെ കൗൺസിലർഷിപ്പിലൂടെയാണ്. നടപടികളും ഊടുവഴികളുമെല്ലാം രാജപാതകൾ പോലെയുള്ള റോഡുണ്ടാക്കി നിരവധി കേസുകൾ, തർക്കങ്ങൾ, സംഘർഷങ്ങൾ ഉണ്ടായപ്പോഴും നാടിന്റെ വികസനത്തിന് നിർഭയമായി നേതൃത്വം കൊടുത്ത വികസനത്തിന്റെ തേരാളി സഖാവ് അജിൻ. അധ്വാനിക്കുന്നവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും പക്ഷത്ത് അവരുടെ വേദനകളിൽ അവരോടൊപ്പം ഓടി നിന്ന് അവരിലൊരാളായി നിന്ന സഖാവ് അജിനെയാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത്. പാവപ്പെട്ടവന്റെ, സാധാരണക്കാരന്റെ മാതൃപക്ഷതയുടെ ജനാധിപത്യത്തിന്റെ ചിഹ്നമായ ചുറ്റിക, അരിവാൾ, നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ പൗരാവകാശം സഖാവ് അജിന് വോട്ടുകളായി രേഖപ്പെടുത്തണമേ പ്രിയമുള്ളവരെ എന്ന് ഈ സമയം അത്രയും എന്നെ ശ്രവിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്ത എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഈ കൺവെൻഷനിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരും സ്ഥാനാർത്ഥിയാണ് എന്ന തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടെ ഇന്നു മുതൽ വരുന്ന ഡിസംബർ മാസം 9 തെരഞ്ഞെടുപ്പ് പ്രചാരണ പോളിംഗ് അവസാനിക്കുന്നത് വരെ ഇനി നമുക്ക് വിശ്രമമില്ലാത്ത ദിനങ്ങളാണ്. അജിന്റെ വിജയത്തിനപ്പുറത്ത് ഇവിടെ മാഫിയ സംഘങ്ങളുടെ പിടിയിലേക്ക് രാഷ്ട്രീയത്തെ കൊണ്ടുകൊടുക്കുന്ന വർഗീയവാദികളെ ഒറ്റപ്പെടുത്തുവാനുള്ള പോരാട്ടത്തിൽ നമുക്കെല്ലാം ഒരുമിച്ച് മുന്നേറാം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വാർഡ് കൺവെൻഷൻ ഏവരുടെയും അനുവാദത്തോടെ, അനുഗ്രഹത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുകയാണ്. അഭിവാദ്യങ്ങൾ.